ഇന്നുണ്ടല്ലോ ഒരു കിടിലം ബീഫ് വരട്ടിയതായാലും നല്ല എരിവും നല്ല മസാലയുടെ മണമൊക്കെ ഉള്ള നല്ല കിടിലം ബീഫ് വരട്ടിയത് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇതിപ്പം ഏകദേശം 1.5 കിലോളം ബീഫുണ്ട്. എല്ലില്ലാത്ത ബീഫാണ്. എല്ല് നമ്മൾ വേണമെങ്കിൽ പ്രത്യേകം കാശ് കൊടുക്കണം കുറച്ചും കൂടെ, അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് എല്ലില്ലാത്തതാണ് കിട്ടിയത്. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാല ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു 4-5 പച്ചമുളകും. എരിവ് ഉള്ള പച്ചമുളകാണെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. എരിവില്ലാത്തതാണെങ്കിൽ ഒരു 5, 6, 7, 8 വരെ വേണമെങ്കിലും ചേർക്കാം. കാരണം പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ലതാണ്. ഇനി കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിട്ടാലും മതിയേ. ഓരോ കഷ്ണത്തിലും ഈ പൊടികളൊക്കെ നന്നായിട്ട് പെരണ്ട് വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി ഇളക്കി കൊടുക്കണേ. പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് വെന്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ടിങ്ങനെ ഉടഞ്ഞ് വന്നോളേ. ഇനി നമുക്കൊന്ന് തട്ടിപ്പൊത്തി ഒരു 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെച്ചേക്കാമേ. കുക്കർ എടുക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫൊക്കെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. എല്ലുള്ള ബീഫാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത് കേട്ടോ. ആ എല്ലും കൂടി ചേർന്ന് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ നമ്മൾ മേടിക്കുമ്പം അതിൽ കുറച്ച് എല്ലും അല്ലെങ്കിൽ കരളും ഒക്കെ ഇട്ട് തരാറുണ്ട്. ഇവിടെ ഇപ്പം അങ്ങനെ കിട്ടാറില്ല. നമ്മൾ വാങ്ങിക്കുമ്പം ഇങ്ങനെ കഷ്ണങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. ഇനി കുറച്ച് സവാളയും കുറച്ച് ചുവന്നുള്ളി, കുഞ്ഞുള്ളിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 6 വിസിലെങ്കിലും നമുക്ക് കുറഞ്ഞത് കേൾപ്പിച്ചെടുക്കണേ. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ കുറേ ഉള്ളിയൊക്കെ പൊളിച്ച് റെഡിയാക്കിയൊക്കെ വെച്ചു. നമ്മളിത് അടുപ്പിലാണ് വെക്കുന്നത്. നമ്മളിവിടെ നോൺ വെജ് മിക്കവാറും അടുപ്പിൽ തന്നെ വെക്കുന്നത്. ഉരുളി വെച്ച് കൊടുക്കാം. അതിലേക്ക് പിന്നെ കുറച്ച് ഉണക്കത്തേങ്ങ ഇട്ട് കൊടുത്തിട്ട് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ബേ ലീഫിന് പകരം സർവ്വസുഗന്ധിയുടെ ഇലയില്ലേ, അതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും നല്ലതാണേ. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചിങ്ങനെ വഴറ്റി ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ കൈ എടുക്കാതെ പച്ച മണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് ചുവന്നുള്ളി, പിന്നെ അതുപോലെ തന്നെ സവോള, അതെല്ലാം അങ്ങ് നമുക്കങ്ങ് ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം കറിയേക്കാളും ഉള്ളി കുറച്ച് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ സവോളയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കുഞ്ഞ് ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ മുഴുവനെ അങ്ങ് ഇട്ടാലും മതി. ഇതിപ്പം വലിയ ടൈപ്പാണ്, അതുകൊണ്ടൊന്ന് കീറിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി കൈയെടുക്കാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് മീഡിയം തീയിൽ വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ വിറകടുപ്പിലാകുമ്പോൾ നമുക്ക് തീ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ കുറച്ച് പാടാണ്. കാരണം ചിലപ്പോഴൊക്കെ അങ്ങ് ആൾ കത്തിപ്പോവേ, ചിലപ്പം കത്താൻ തന്നെ വലിയ പാടായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഏകദേശം ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, കുറച്ചും കൂടി ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണേ. ഈ ഒരു ബീഫ് പെരട്ടും അതുപോലെ തന്നെ ഒരു മോര് കാച്ചിയതും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഭിക്ഷമായിട്ട് ചോറ് കഴിക്കാം. ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ മല്ലി പൊടിച്ചപ്പം മഞ്ഞൾ പൊടിച്ചിട്ടായിരുന്നു പൊടിച്ചത്. അതുകൊണ്ട് തന്നെ ആ മല്ലിക്ക് തന്നെ ഒരു മഞ്ഞളിൻ്റെ ചുവയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അത് നമ്മളെപ്പം ഇതേപോലത്തെ ബീഫ് അല്ലെങ്കിൽ മട്ടൺ റെസിപ്പി ചെയ്യുമ്പോഴത്തേക്കും മുളക് പൊടിയേക്കാളും കുറച്ച് മല്ലിപ്പൊടി വേണം മുമ്പേ നിൽക്കാനായിട്ട്. അങ്ങനെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ പൊടിയുടെ ഒരു പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ പിരിയൻ മുളകും പാണ്ടിമുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തെങ്കിൽ ഒരു 2.25 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. കാരണം ഇത് അത്യാവശ്യം എരിവുണ്ട് ഈ പൊടിക്ക്. പിന്നെ നമ്മൾ കുറേ പച്ചമുളക് ചേർത്തിട്ടില്ലേ, വേവിക്കാൻ നേരത്തും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ ഇപ്പോഴും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇച്ചിരിയും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടി നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് എക്സ്ട്രാ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് വരട്ടിയെടുക്കുന്നതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ബീഫൊക്കെ ഇതേപോലെ കറിയായിട്ട് വെക്കുന്നതിനേക്കാളും ഒന്നുകിൽ ഫ്രൈ അല്ലെങ്കിൽ ഒരു പെരട്ട് പരുവാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് ഒരു 1.25 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വിതറി കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് നോക്കണേ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ചും കൂടി ഉള്ളി ഇട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ചുവന്നുള്ളിയോ അല്ലെങ്കിൽ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ളൊരു സീക്രട്ട് സംഭവം എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഒന്ന് നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് തീ അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഫോൺ വെച്ചേക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ പുക ഇങ്ങനെ അടിക്കുവാണ്. അതുകൊണ്ടാണ് അതങ്ങ് ഫോണിൻ്റെ ക്യാമറയെ പതിഞ്ഞ് വല്ലാതൊരു ക്ലിയർ അല്ലാതിരിക്കുന്നത്. ഇനി പതിയെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത്രയും പോരാ, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണേ. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാതെ ഒന്ന് 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് ഏകദേശം ഇങ്ങനെ വരണ്ട് വരുമ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ഒരു മണം വരുന്നത്. ഈ ഒരു ബീഫ് വരട്ടിയത് നാളെ കഴിക്കാനാണ് കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിരത്തി തന്നെ ഞാൻ ഇട്ടേക്കുവാണ്. അപ്പം തീ എന്ന് പറയുന്നത് ഏകദേശം വലിയ വിറകൊക്കെ ഞാൻ മാറ്റിയിട്ട് ആ ഒരു ചെറിയ കനൽ മാത്രം കിടക്കത്തക്ക രീതിയിൽ ഇട്ടേക്കുവാണ്. പിന്നെ ഈ ഉരുളിക്ക് തന്നെ നല്ല ചൂടുള്ളതാണ്. ഇനി 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഈ ഒരു ബീഫ് വരട്ടിയതിന് മസ്റ്റാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. അപ്പം നമ്മൾ ഈ കുക്കറിൽ നിന്ന് തട്ടിയപ്പോഴത്തേക്കും ഈ ഒരു ഉരുളിയുടെ ഒരു 1/4 ഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ അത് വറ്റി ഏകദേശം ഒന്ന് വരണ്ട് വന്നപ്പോഴത്തേക്കും അതിങ്ങനെ കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പില കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി തന്നെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലേവറും കൂടി ഇതിലായിട്ട് ഇറങ്ങുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിങ്ങനെ ഇളക്കാൻ നേരത്ത് നമ്മൾ ഒത്തിരി അങ്ങ് അടിയിൽ പിടിച്ചങ്ങ് ഇളക്കണ്ട. അതിൻ്റെ മേൽഭാഗത്ത് നിന്ന് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരപ്പൊക്കെ നല്ലോണം സെറ്റായിരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട്. നല്ലോണം ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആ അരപ്പൊക്കെ അതിനകത്ത് പിടിച്ച് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ നോൺ വെജൊക്കെ ഇതേപോലെ വിറകടുപ്പിൽ പാകം ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ട് വരുന്നുണ്ട്. തംബ്നെയിലിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കണം. വീണ്ടും തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.